നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. US ഭരണകൂടത്തിന്റെ ശക്തമായ ഉപരോധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈനയുടെ ഒരു ഭീമൻ എണ്ണക്കപ്പൽ ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതകളിൽ ഒന്നായ ഹോർമുസിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം നിലവിൽ വന്നതിനുശേഷം ഇതാദ്യമായാണ് ഒരു ചൈനീസ് കപ്പൽ ഇത്തരത്തിൽ മാസ് എൻട്രി നടത്തുന്നത്. എന്താണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യമെന്നും ആഗോള സാമ്പത്തിക രംഗത്ത് ഇത് എന്ത് ചലനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നും നമുക്ക് പരിശോധിക്കാം. റിച്ച് സ്റ്റാറി എന്നാണ് ഈ കപ്പലിന്റെ പേര്. ഷാങ്ഹായ് ടുവാൻഡൺ ഷിപ്പിംഗിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഓയിൽ കെമിക്കൽ കാരിയർ. ശ്രദ്ധേയമായ കാര്യം, ഈ കപ്പൽ കമ്പനി ഇതിനോടകം തന്നെ അമേരിക്കയുടെ ഉപരോധ പട്ടികയിൽ ഉള്ളതാണ് എന്നതാണ്. മറൈൻ ട്രാഫിക് ഡാറ്റ പ്രകാരം UAE-യിലെ ഷാർജയിൽ നിന്നാണ് കപ്പൽ പുറപ്പെട്ടത്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്നതിനാൽ തിങ്കളാഴ്ച വൈകുന്നേരം ഈ മേഖലയിൽ കുറച്ചുനേരം വട്ടം ചുറ്റി നിന്നെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെയോടെ കപ്പൽ യാതൊരു തടസ്സവുമില്ലാതെ കടലിടുക്ക് മുറിച്ചു കടക്കുകയായിരുന്നു. നിലവിൽ ചൈന ലക്ഷ്യമാക്കി ഈ കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടം ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഇറാനെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ്. വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടനുസരിച്ച് ഈ ഉപരോധം മൂലം ഇറാന് പ്രതിദിനം ഏകദേശം $435 ദശലക്ഷം അഥവാ 4081 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടാകുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇറാന്റെ എണ്ണക്കയറ്റുമതി തടയുക വഴി അവരുടെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക യുദ്ധക്കപ്പലുകളും അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങളും ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സൈനിക സന്നാഹങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കിയാണ് ചൈനയുടെ റിച്ച് സ്റ്റാറി കടന്നുപോയിരിക്കുന്നത്. ഈ സംഭവം കേവലമൊരു കപ്പൽ കടന്നുപോയതല്ല, മറിച്ച് വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ തങ്ങൾക്ക് ബാധകമല്ലെന്ന ചൈനയുടെ ഉറച്ച നിലപാടാണ് ഇവിടെ പ്രകടമാകുന്നത്. ഹോർമുസിൽ ട്രംപ് ഭരണകൂടം സൈനിക ബലം ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ നീക്കം. റഷ്യയും ഇറാന് പിന്തുണയുമായി രംഗത്തുണ്ട്. ഹോർമുസിനു പകരമായി ജാസ്ക് പോലുള്ള ബദൽ പാതകൾ ഇറാൻ വികസിപ്പിക്കുന്നുണ്ടെങ്കിലും ഹോർമുസിന്റെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. ചൈനയുടെ ഈ നീക്കം ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ മേധാവിത്വത്തിനേറ്റ തിരിച്ചടിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ നിഴൽ യുദ്ധം ഹോർമുസ് കടലിടുക്കിനെ കൂടുതൽ അശാന്തമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും കാത്തിരുന്ന് കാണാം. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.